Welcome back, everyone. Now we are moving on to PCB. It's my pleasure to welcome Mr. Sanilkumar C., Demonstrator, Department of Electronics Engineering, GPTC, Nedimangal. Sanil sir has extensive experience in electronics assembly and training. Let's give them a warm welcome. നമ്മുടെ FDP പ്രോഗ്രാമിൻ്റെ ആഫ്റ്റർനൂൺ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തുടങ്ങുകയാണ്. ഈ PCB ഡിസൈൻ പോലുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കാര്യം നമുക്ക് അറിയാമായിരിക്കും. എങ്കിലും നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളെല്ലാം കുട്ടികളെ പ്രാക്ടിക്കലൊക്കെ പഠിപ്പിച്ചില്ലേ, ആ ഒരു ധൈര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ ഫോർനോട്ട് സെക്ഷൻ ലാലു സാറ് ഡിഫറെൻ്റ് ടൈപ്പ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഓരോ സോഫ്റ്റ്വെയറും സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തപ്പോൾ സാറ് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കിപ്പോൾ ചെയ്യാൻ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നൊക്കെ സാറ് രാവിലെ ഡിസ്കസ് ചെയ്തു. ദെൻ ആഫ്റ്റർനൂൺ ഷെറിൻ സാറ് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന നമ്മൾ കുട്ടികളെയൊക്കെ വിട്ട് ചെയ്യിപ്പിച്ചിരുന്ന 1-2 മെത്തേഡുകളെ കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇതെല്ലാം ഒരു അധ്യാപകർക്കാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഇത് എടുത്തു കൊടുക്കാൻ പറ്റും. പല സ്ഥാപനങ്ങളിലും PCB ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ പല സ്ഥാപനങ്ങളും ഞങ്ങൾ തിരക്കുമ്പോൾ പല സ്ഥാപനങ്ങളും ചെയ്യിക്കുന്നില്ല, കുട്ടികൾ സോൾവ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് ശരിക്കും ഒരു കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിന്റെ തുടക്കുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഒരു PCB നമ്മൾ ആക്ച്വലി ഈ പഴയ മെത്തേഡുകളും ഈ സ്കെച്ച് വെച്ച് വരയ്ക്കുക, പിന്നെ നെയിൽ പോളിഷ് മാർക്ക് ചെയ്യുക, പെർമനന്റ് മാർക്ക് വെച്ച് വരയ്ക്കുക, ഇതൊക്കെ നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അപര്യാപ്തതയും നമ്മുടെ പരിചയക്കുറവൊക്കെയാണ് നമ്മൾ പുതിയ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കാത്തതിനുള്ള കാരണം. എന്നാൽ നമുക്ക് മാർക്കറ്റിൽ വളരെ വില കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശരിക്കും നല്ലൊരു PCB, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ PCB നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ നമ്മുടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഇപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഓരോ ദിവസവും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആഫ്റ്റർനൂൺ സെക്ഷനിൽ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് PCB ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമ്പോണൻസുകൾ ശരിക്കും പ്ലേസ് ചെയ്യാനും, ദാറ്റ് മീൻസ് മൗണ്ട് ചെയ്യാൻ. ഒരു മൗണ്ട് മീൻസ് PCBയിൽ മൗണ്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, ഡിസൈൻ പർപ്പസിന് വേണ്ടി ഒരു PCB കമ്പോണൻസുകളൊക്കെ എവിടെയെല്ലാം എങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പോണൻസുകളുണ്ട്. ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹീറ്റ് സിങ്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സിങ്ക് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അപ്പോ കമ്പോണൻസുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യും. നമ്മൾ PCB ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ കമ്പോണൻസും അതിനകത്ത് എവിടെയെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. കമ്പോണൻസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി ലീഡിനൊക്കെ നല്ല ലെന്ത് കാണും. അപ്പൊ അത്രയും ലെന്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ, ഉപയോഗിച്ചാൽ എന്ത് പറ്റും, ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാളെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ ഷെറിൻ സാറ് ബെയർ PCB, അതായത് കോപ്പർ കാറ്റ് ഷീറ്റിനെ കുറിച്ച്, സിംഗിൾ ലെയറിനെ കുറിച്ച് പറഞ്ഞു, ഡബിൾ ലെയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സിംഗിൾ ലെയർ, ഡബിൾ ലെയർ ഇതൊക്കെ വളരെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. ഡബിൾ ലെയർ പോലും നമുക്കിവിടെ കേരളത്തിൽ മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്, ലോക്കൽ പർച്ചേസ് ആയിട്ട് തന്നെ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡബിൾ ലെയർ PCB പോലും. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള PCB വെച്ചിട്ട് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട്, ദാറ്റ് മീൻസ് ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് ഒക്കെ എടുത്ത്, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സാധനം ഫോട്ടോ പേപ്പറിൽ പ്രിന്റ് എടുത്ത് അതിനെ സിംഗിൾ സൈഡിലും അതുപോലെ ഡബിൾ സൈഡിലോട്ട് കൺവെർട്ട് ചെയ്ത് അതിനെ എച്ചിങ്, അപ്പം അങ്ങനെയുള്ള പ്രോസസ്സൊക്കെയാണ് നമ്മൾ നാളത്തെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഡബിൾ സൈഡ് PCB, പിന്നെ മേക്കിംഗ് ഗുഡ് സോൾഡറിങ്. എങ്ങനെ നമുക്ക് നല്ലൊരു സോൾഡറിങ് ജോയിൻസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്,
കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ശരിക്കും ഒരു സൂപ്പർവൈസർ എന്ന പോസ്റ്റിലോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവർക്ക് ശരിക്കും നല്ലൊരു ഒരു സോൾവ് ചെയ്യാൻ പോലും അറിയാത്തൊരവസ്ഥയാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും 2021 റിവിഷനിൽ ഈ സോൾഡറിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ S2 അതായത് ഫസ്റ്റ് ഇയർ തന്നെ ഉൾപ്പെടുത്തിയത്. അപ്പൊ അവര് 3 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശരിക്കും നല്ലൊരു സോൾഡറിംഗ് ടെക്നീഷ്യനായിട്ട് അവർക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 3rd ഡേ ചെയ്യുന്നത്. 4th ഡേ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ നമ്മുടെ ന്യൂ ടെക്നോളജി SMD കമ്പോണൻസ്. SMD കമ്പോണൻസ് സാധാരണ നമ്മൾ സോൾവ് ചെയ്താൽ പോരാ. ആ SMD ഡിവൈസിനെ കുറിച്ചും SMD കമ്പോണൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഒക്കെ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് തേഴ്സ്ഡേ ഉദ്ദേശിക്കുന്നത്. ഫ്രൈഡേ ലാസ്റ്റ് ഡേ നമുക്ക് ന്യൂ ടെക്നോളജിയും നിങ്ങളുടെ ഡൗട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ സെക്ഷൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങാം. ബ്രേക്ക് വല്ലതും വേണോ? 2 മിനിറ്റ് വേണ്ട. ശരി. അപ്പൊ ടുഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ടിങ് ബാർ പ്ലേസിംഗ് ഓഫ് കമ്പോണൻസ്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ PCB ഡിസൈൻ ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് അതിന്റെ ലീഡിന്റെ ലെന്തിനെ കുറിച്ച് അറിയേണ്ടി വരും. ഒന്ന് കമ്പോണൻസ്, എല്ലാ കമ്പോണൻസിന്റെയും ഫിസിക്കൽ ഡൈമെൻഷൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. കമ്പോണന്റ് സൈസ്, ഇൻ കേസ് ഒരു റെസിസ്റ്റർ ആണെങ്കിൽ അതിന്റെ ലെന്ത്, അതിന്റെ ഡയ, അത് വയർ ബോണ്ടാണോ അതോ കാർബൺ ക്ലേ കോമ്പോസിറ്റ് ആണോ, MFR ആണോ, ഫ്യൂസിബിൾ റെസിസ്റ്റർ ആണോ? കാരണം ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉപയോഗിക്കേണ്ട സ്ഥലം വേറെയാണ്. അതുപോലെ തന്നെ സാധാരണ റെസിസ്റ്റർ ഉപയോഗിക്കുന്ന സ്ഥലം PCBയുടെ ഏതെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസൈൻ എഞ്ചിനീയർ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ തന്നെ സിമുലേറ്റ് ചെയ്തെല്ലാം നോക്കി, അല്ലെങ്കിൽ ബ്രെഡ് ബോർഡിൽ വെച്ച് CR വലി കൊടുത്ത് അതിന്റെ വേവ് ഫോമും അതിന്റെ ഔട്ട്പുട്ടും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശരിക്കും ഒരു പ്രോഡക്റ്റ് ആക്കുന്നത്. ഈ പ്രോഡക്റ്റ് ആക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു PCB സൈഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മളതിനെ ബ്രെഡ് ബോർഡ് പോലുള്ള സാധനങ്ങളിലൊക്കെ വെച്ച് നമ്മൾ നോക്കും. എന്നിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ നമ്മൾ മാറ്റും. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഇതിനെ നമുക്ക് എക്യുപ്മെന്റ് ആക്കണം. കർഷൻ സാർ പറഞ്ഞു കഴിയുന്നത് ആദ്യമൊക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങൾ, കാരണം ഒത്തിരി വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർലിങ്ക് ചെയ്യുന്നു, അവ തമ്മിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ PCB സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ PCB നമ്മൾ ചെയ്യുമ്പോൾ PCB വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. നമ്മൾ ബ്രെഡ് ബോർഡ് ചെയ്യും പോലെ സർക്യൂട്ടിൽ വരച്ചു വെച്ചിരിക്കും പോലെ ആകാൻ പാടില്ല, വളരെ കോമ്പാക്റ്റ് ആണ്. ഇത് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ഡിസൈൻ ചെയ്ത കമ്പോണൻസുകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് നോക്കണം. കാരണം പല കമ്പോണൻസുകളും ഒബ്സലേറ്റ് ആയിട്ടുണ്ടാകും. കാരണം എല്ലാം ഇവിടുത്തെ കാലഘട്ടപ്പെട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ എല്ലാം ഡിസൈൻ ചെയ്ത ഒരു വാൽവ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ആ വാൽവ് വാങ്ങാൻ പോകുമ്പോൾ കിട്ടാതെ വന്നാൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ. സോ കമ്പോണൻസുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ RS കമ്പോണൻസ് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കമ്പനികളുണ്ട്, അവരെയൊക്കെ നമ്മൾ സമീപിക്കണം. അപ്പൊ അവരെ കൈവശം നമ്മൾ ഈ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന സർക്യൂട്ട്സിലുള്ള എല്ലാ കമ്പോണൻസും, പ്രത്യേകിച്ച് മൈക്രോ കൺട്രോളർ ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ, നമ്മുടെ പ്രൈസിന് മാച്ച് ആവുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ എന്തായാലും മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ മെറ്റീരിയൽ എല്ലാം മേടിച്ചു, ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഞാൻ റെസിസ്റ്റർ മുതലേ തുടങ്ങാം. അപ്പോൾ ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പോ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു കാർബൺ റെസിസ്റ്റർ ആണ്. ഇപ്പൊ കാർബൺ റെസിസ്റ്റർ നോക്കിയാൽ അറിയാം, കുറച്ച് കളർ കോഡ്, കുറച്ച് വരകൾ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ ലെന്ത് ഏകദേശം 6 സെന്റിമീറ്ററോളം ലെന്ത് ഉണ്ട് ഈ ഒരു റെസിസ്റ്ററിന്. അപ്പൊ ഈ 6 സെന്റിമീറ്റർ വെച്ച് നമ്മൾ ഒരു PCB ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 റെസിസ്റ്ററൊക്കെ ആ ഒരു PCBയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വലിപ്പം നമുക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ. സോ നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത്
ഈ ഇത്രയും പോർഷൻ മതി, ആ റെസിസ്റ്റൻസിന്റെ പോർഷൻ മാത്രം മതി. അപ്പോൾ അവിടെ ഒരു റൂളുണ്ട്, ഈ റെസിസ്റ്റർ എന്തുമാത്രം കറണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതെല്ലാം നോക്കിയിട്ട് അതിന്റെ ലീഡിന്റെ തിക്നെസ് അതിനനുസരിച്ചാണ് ശരിക്കും ഒരു മാനുഫാക്ചർ ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു വയർ ഓൺ റെസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിനകത്ത് ലീഡിന്റെ എത്ര mm ആണ്, എക്സാമ്പിൾ ഒരു 2 mm ആണ് ഇതിന്റെ ലീഡ് തിക്നെസ് എങ്കിൽ അതിന്റെ ഒരു ഡബിൾ 2D, ഇതിന്റെ ഡയമീറ്റർ 2 mm ആണെങ്കിൽ ഒരു 4 mm എത്രയാണോ എടുത്തത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബെൻഡ് ചെയ്തു. കാരണം മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയാണ്. തീരെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ കമ്പോണന്റിന്റെ ലീഡ് കമ്പോണന്റുമായിട്ട് വേർപെട്ട് സാധ്യതയുണ്ട്. സോ ലീഡ് തിക്നെസ് 2 mm ആണെങ്കിൽ നമ്മളൊരു 4 mm എടുക്കണം. ലീഡ് തിക്നെസ് 1 mm ആണെങ്കിൽ 2 mm എടുക്കണം. അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ആ രീതിയിൽ നമുക്ക് അത്രയും കമ്പോണൻസ് മാത്രം മതി നമുക്ക് പ്രിന്റഡ് കമ്പോണന്റ് സൈഡിൽ. അപ്പൊ അതിനനുസരിച്ച് ഒരു സ്പേസ് ഒക്കെ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഡിവൈസ് കാണിക്കാം. 470 MFന്റെ 2 കപ്പാസിറ്റർ, പ്രാക്ടിക്കൽ സൈഡാണ് ശ്രദ്ധിക്കുക. എൻ്റെ കൈവശം ഇരിക്കുന്ന 2 കപ്പാസിറ്ററും 470 MFT കപ്പാസിറ്ററാണ്. പക്ഷേ ഫസ്റ്റ് വൺ 470 MFT 63 വോൾട്ട് ആണ്, വോൾട്ടേജ് റേറ്റിംഗ് 63. സെക്കൻഡ് വൺ 470 MFT 25 വോൾട്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മുടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് 25 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്താൽ മതി. അത് ഈ കപ്പാസിറ്ററിന്റെ ഇതിന്റെ ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ അതിനേക്കാളും ഡിസ്റ്റൻസ് കൂടുതലാണ് ഈ 63 വോൾട്ടിന്റെ കപ്പാസിറ്ററിന്റെ ലീഡുകൾ തമ്മിലുള്ള ലെങ്ത്. അപ്പോൾ ഈ ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ ഡയ കൂടുതലാണ്, 63 വോൾട്ടിന് ഡയ കൂടുതലാണ്, 25 വോൾട്ടിന് ഡയ കുറവാണ്. അപ്പൊ അത്രയും സ്പേസ് മതി. അപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റർ ആണ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കപ്പാസിറ്ററിന്റെ ഡയമീറ്റർ അറിയണം, കപ്പാസിറ്ററിന്റെ ടോട്ടൽ ലെങ്ത് അറിയണം, ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ഇനി ഇതിന്റെ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമുക്കറിയണം. കാരണം ഈ കപ്പാസിറ്റർ ഇതിപ്പോൾ കുഴപ്പമില്ല, 470 MFT 63 വോൾട്ടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു കപ്പാസിറ്റർ ഇതൊക്കെ നമുക്ക് PCBയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ ഒരു 400 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആണെങ്കിൽ ഹെവി ആയിരിക്കും, വലിയ സൈസ് ആയിരിക്കും. ആ കപ്പാസിറ്റർ നമ്മൾ ഒരു PCBയുടെ ഒക്കെ സെന്റർ പോർഷനിൽ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ സെന്റർ പോർഷനിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭാവിയിൽ PCB ബെൻഡായി അതിന്റെ പ്രിന്റ് എല്ലാം ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വേറൊരു പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി അല്ല ഒരു PCB ഡിസൈൻ ചെയ്യുന്നത്. ഒരു എക്യുപ്മെന്റ് സൈഡിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ PCB ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കി നമ്മളത് മാർക്കറ്റ് ചെയ്ത് അത് 2 മാസം കഴിയുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ വെയിറ്റ് കൊണ്ട് അതിന്റെ PCBയുടെ ട്രാക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിയുടെ എഫിഷ്യൻസി എല്ലാം ബാധിക്കും. സോ നമ്മൾ സൈസ്, അപ്പോൾ എല്ലാ കമ്പോണൻസിൻ്റെയും സൈസ് നമ്മൾ അറിയണം. അതുപോലെ തന്നെ കമ്പോണന്റ് ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ദെൻ ഞാൻ വേറൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിക്കാം. അതിന് 2 കപ്പാസിറ്ററാണ്. ഇതിലൊരു കപ്പാസിറ്റർ നിങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധ്യതയില്ലാത്ത സാധനമാണ്, ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് കാണാമായിരിക്കും. ആദ്യം കാണുന്ന ആ കുഞ്ഞു കപ്പാസിറ്റർ. രണ്ടാമത് ഞാനൊരു ഇലക്ട്രിക് കപ്പാസിറ്റർ കാണിക്കും. 2 ഇലക്ട്രിക് ആണ്. ആദ്യത്തെ കാണുമ്പോൾ ഇലക്ട്രിക്കൽ അല്ല നമ്മൾ വിചാരിക്കും, പക്ഷെ ഇലക്ട്രിക് അല്ല. അത് 10 MFT 25 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ. 10 MFT 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ. എന്നാൽ എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത്, ആ റോസ് കളർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 MFT ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് 10 MFT, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് 1 MFT. അപ്പോൾ 1 MFT കപ്പാസിറ്റർ സൈസ് കൂടുതൽ. കാരണം റൈറ്റ് സൈഡിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ, ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത് ഏവിയോണിക്സ് പർപ്പസിൽ സാറ്റലൈറ്റിലേക്ക് ഉപയോഗിക്കുന്ന നമുക്കറിയാമായിരിക്കും ടെൻഡാലം കപ്പാസിറ്റർ. അപ്പോൾ പറയുന്നത് ടൈപ്പ് ഓഫ് നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് കപ്പാസിറ്ററാണ്, ഏത് ടൈപ്പ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഏത് ടൈപ്പ് കമ്പോണൻസ് എന്നാണ് നമ്മൾ അറിയണം. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും നമ്മൾ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, ഹൈ പ്രിസിഷൻ എക്യുപ്മെന്റ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്താൽ തന്നെയും അപ്പോൾ ഇങ്ങനെയുള്ള കമ്പോണൻസിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലീഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്,
കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗ്, വിച്ച് ടൈപ്പ് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പാണ്, അതുപോലും ഒരു ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വേറൊരു കപ്പാസിറ്റർ കാണിക്കാം. 2 കപ്പാസിറ്ററുകൾ. ഒന്ന് ഇത് കണ്ടോ, ഇത് ആക്സിയൽ കപ്പാസിറ്റർ. ആക്സിയൽ ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. ഇത് വന്നിട്ട് റേഡിയൽ കപ്പാസിറ്റർ, പ്രൈസ് കുറവാണ്. ഇത് ആക്സിയൽ കപ്പാസിറ്റർ. അപ്പോൾ ഇത്രയും പ്രൈസ് കൂടിയ കപ്പാസിറ്റർ നമ്മൾ ചില സർക്യൂട്ട്സിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടും, അതായത് വളരെ കോമ്പാക്റ്റ് ആക്കണം. നമുക്കൊരു എക്യുപ്മെന്റിനകത്ത് PCB ലെയറുകളായിട്ട് PCB അടുക്കി വയ്ക്കേണ്ടതായിട്ട് വരും. കാരണം വിഡ്ത്തും ഹൈറ്റും ലെന്തും ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. വളരെ കുഞ്ഞൊരു ബോക്സിനകത്തായിരിക്കണം ഈ PCB എല്ലാം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്തരം ഉയരമുള്ള കപ്പാസിറ്ററുകൾ, റേഡിയൽ കപ്പാസിറ്ററുകൾ അവിടെ ഉപയോഗിച്ച് ഇതുപോലെ സോൾവ് ചെയ്ത് വെച്ചാൽ ഇത്രയും ഹൈറ്റ്, അത്രയും സ്പേസ് തന്നെ ശരിക്കും നഷ്ടപ്പെടും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെയുള്ള റേഡിയൽ കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യും. ഇതൊരു റേഡിയൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഇലക്ട്രോണിന്റെ മേക്കിലുള്ള 10 MFT 40 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പാസിറ്റർ മാർക്കറ്റിൽ കിട്ടും. നമുക്കിപ്പോൾ അത്ര കോമ്പാക്റ്റ് ആയിട്ട് ചെയ്യണം, അത്ര എന്താ പറയുന്നത്, ചെറിയ ടൈപ്പിലൊരു എക്യുപ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം കപ്പാസിറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്ററിന്റെ ലെന്ത് എങ്ങനെയാവും? റേഡിയൽ പോലെ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതാ പറയുന്നത്, ഒരു PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ലീഡുകൾ തമ്മിലുള്ള തിക്നെസ്, ഡിസ്റ്റൻസ് നമ്മൾ അറിയണം. ദെൻ ഒരു ട്രാൻസ്ഫോമർ, നമ്മുടെ സർക്യൂട്ടിനകത്ത് ഒരു റെക്ടിഫയർ, ഒരു പവർ സപ്ലൈ നമ്മൾ ചെയ്യുന്നു. അതിനകത്തൊരു ട്രാൻസ്ഫോമർ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന കമ്പോണന്റ് അത് ഇതുപോലെ തന്നെ PCBയിൽ എവിടെ മൗണ്ട് ചെയ്യാൻ പറ്റും? നമുക്കൊരു 1 amps വരെ വേണമെങ്കിൽ നമുക്ക് PCBയുടെ ഒരു കോർണറിൽ നമുക്ക് മൗണ്ട് ചെയ്യാം. കാരണം കോർണർ സൈഡിൽ ഒരു ഫിക്സിങ് സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്ത്, അത്യാവശ്യം വേണമെങ്കിൽ ഒരു സ്ക്രൂഡ് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് PCBയിൽ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ആ ഒരു എക്യുപ്മെന്റ്സിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. 2 amps 3 amps ആണെങ്കിൽ ഒരിക്കലും ഒരു PCയുടെ മേളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത്തരം കമ്പോണൻസിന് നമ്മൾ PCBയുടെ പുറത്ത്, അതായത് മെറ്റൽ കേസിലോ PVC കേസിൽ വെച്ച് നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ആ ടെർമിനൽസ്, സെക്കൻഡറി ആണെങ്കിൽ 606 ആണെങ്കിൽ അതിൻ്റെ ടെർമിനൽ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം 3 ഡോട്ട്സുകൾ നമ്മൾ എവിടെ ചെയ്താൽ മതി? നമ്മൾ PCBയിൽ കൊടുത്താൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫിസിക്കൽ സൈസ് കൂടിയ കമ്പോണൻസുകൾ PCBയിൽ ഒരിക്കലും മൗണ്ട് ചെയ്യരുത്. ഇനി ഞാനൊരു ട്രാൻസിസ്റ്റർ കാണിക്കാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ട്രാൻസിസ്റ്ററാണിത്. 2N3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ 3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഒരു പവർ ട്രാൻസിസ്റ്ററാണ്. ഒത്തിരി ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്ന, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ PCBയിൽ തന്നെ മൗണ്ട് ചെയ്താൽ എന്ത് പറ്റും? ഈ ട്രാൻസിസ്റ്റർ ഒരു PCBയിൽ നമ്മൾ ഇങ്ങനെ മൗണ്ട് ചെയ്താൽ, ഇതുപോലെ മൗണ്ട് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും? ഈ PCBയിൽ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന ഹീറ്റ് തൊട്ടടുത്തിരിക്കുന്ന കമ്പോണൻസിനെയും ഇനി എത്ര ഗ്രേഡുള്ള PCB ആയാൽ പോലും ആ PCBയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയൊക്കെ നമ്മുടെ സർക്യൂട്ടിനകത്ത് ഒരു ആംപ്ലിഫയർ ചെയ്യുകയാണ്. ആംപ്ലിഫയർ ഇത്തരം പവർ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പവർ ട്രാൻസിസ്റ്ററിനെ നമ്മൾ അതിൻ്റെ മെറ്റൽ കേസിൽ എവിടെയെങ്കിലും ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്ത് ഉറപ്പിക്കുകയും അതിൻ്റെ ടെർമിനലിൽ നിന്നുള്ള വയറുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി PCBയിൽ തന്നെ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ PCB ഡിസൈൻ, നാളെ നിങ്ങൾക്ക് സുരേഷ് സാർ PCB ഡിസൈനിൻ്റെ ക്ലാസ്സുകൾ എടുക്കും ഫോർമൽ സെക്ഷനിൽ. ആ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം നിങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തത്. ദെൻ റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്യണം. ഇത് എക്സാമ്പിൾ ഇതിൻ്റെ ഒരു PCB അല്ല, ഞാൻ വേറൊരു പവർ സപ്ലൈയുടെ PCB ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു PCB നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിൽ നമുക്ക് റെഗുലേറ്റർ ICകൾ ഉറപ്പിക്കണം. അപ്പോൾ റെഗുലേറ്റർ ICകൾ ഉറപ്പിക്കുമ്പോൾ ഇത് സെൻറ്ററിൽ എവിടെയെങ്കിലുമൊക്കെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈഡിൽ ഈ ബോഡി പോലും റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഈ 2 സൈഡിലും റെഗുലേറ്റർ IC പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഹീറ്റ് സിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹീറ്റ് സിങ്ക് വേണ്ടുന്ന കമ്പോണൻസിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസുകൾ ഉറപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സർക്യൂട്ട്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അത് ഏതെങ്കിലും സൈഡിലോ ഇതുപോലുള്ള സൈഡുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇനി മറ്റൊരു പോയിന്റ്സിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു PCBയിൽ ഇൻപുട്ട് സൈഡ് ഉണ്ട്, ഔട്ട്പുട്ട് സൈഡ് ഉണ്ട്. ഇൻപുട്ട് ഒരു സപ്പോസ് ഒരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ ഇൻപുട്ടിൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കും, ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വന്ന് ഇതുപോലെ ഈ PCBയിൽ തന്നെ ഇവിടെ ഒരു ഇൻപുട്ടും കൊടുത്ത് ഇവിടെ ഒരു ഔട്ട്പുട്ടും കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇൻപുട്ടും ഇവിടെ ഒരു ഔട്ട്പുട്ടും നമ്മൾ കൊടുത്ത് PCB നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർവീസിങ് സൈഡിൽ വരുമ്പോൾ അത് ഒരു എക്യുപ്മെന്റ്സ് അല്ലേ, എക്യുപ്മെന്റ്സ് ആകുമ്പോൾ നമ്മൾ ആഫ്റ്റർ സർവീസിങ് കൂടെ കണ്ടുവേണം നമ്മൾ ചെയ്യാൻ. അതേ സമയത്ത് ഇവിടെ നോക്കുക, ഞാൻ മറ്റൊരു PCB കാണിക്കാം. ഓൾറെഡി സ്റ്റാൻഡേർഡായിട്ട് ചെയ്തൊരു PCB ആണ്. ഈ PCBയിൽ ഒരു 2 കണക്ടർ ഉറപ്പിച്ചിട്ടുണ്ട്, 4 ഔട്ടുണ്ട്. അതായത് 4 ഔട്ടിൽ 2 ഇന്നും 2 ഔട്ടും ഉണ്ട് ഇതിനകത്ത്. ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടും ഈ PCBയുടെ ഒരു സൈഡിലാണ് പ്രൊവൈഡ് ചെയ്തത്. ഇത് നമുക്ക് ഓട്ടോ റൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഇതിനകത്ത് ഒന്നുകിൽ അത് ഈ PCBയുടെ ഒരു സൈഡിൽ വരും, അടുത്ത കണക്ടർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് PCB മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇളക്കി സർവീസിങ് സൈഡിൽ സർവീസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇതിനെ ഇളക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ വയർ അങ്ങോട്ടും, കാരണം മറ്റൊരു ബോർഡിൽ നിന്നായിരിക്കും ഈ വയേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാനോ പിന്നെ ഇവിടെ വച്ച് തന്നെ അതിൻ്റെ കമ്പോണൻസിനെ റിമൂവ് ചെയ്ത് ഡീസോൾവ് ചെയ്ത് ഫാൾട്ട് കണ്ടുപിടിച്ച് മറ്റൊന്ന് സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേ സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു സൈഡിൽ തന്നെ, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിച്ചാൽ നമുക്കതിനെ ഇതുപോലെ തന്നെ എടുത്ത് മടക്കി വെച്ചിട്ട് നമുക്കിവിടെ എല്ലാം സർക്യൂട്ടിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും നോക്കാനും നമുക്ക് സോൾവ് ചെയ്യാനും ഏതെങ്കിലും കമ്പോണൻസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ കമ്പോണൻസ് റീപ്ലേസ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും. ഇതിനകത്ത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു റിലേ ആണ് ഉറപ്പിച്ചിരുന്നത്. ഈ റിലേ ശരിക്കും സർക്യൂട്ട് ഡയഗ്രാം വരച്ചപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ പൊസിഷൻ വരേണ്ടത്. പക്ഷേ ഈ PCBയിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് സൈഡിലാണ്, കാരണം ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഹോൾഡ് ഇട്ടുണ്ട്, ഇവിടെ എല്ലാം ഹോൾട്ട് ഉണ്ട്. കാരണം ആ നട്ട് ബോൾട്ടിൽ ഈ റിലേ എന്ന് പറയുന്ന സാധനത്തിന്റെ മെക്കാനിക്കൽ ഫോഴ്സ് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞു PCB ആണ്, ഇതേ സമയത്തോളം എവിടെ വെച്ചാലും മതി. പക്ഷെ ഒരു വലിയ PCB ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള റിലേ ഒരു സൈഡിലായിരിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഒരു സൈഡിലായാൽ നല്ലത്. ഹീറ്റ് സിങ്ക് വേണ്ടുന്ന കമ്പോണൻസുകളെല്ലാം ഒരു സൈഡിലോട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ രീതിയിൽ വേണം നിങ്ങൾ നാളെ PCB ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അറിയാമല്ലോ, PCB നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒന്ന് കൊമേഴ്സ്യൽ പർപ്പസിന് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഹൈ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഏവിയേഷൻ പർപ്പസിന് സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ടൈപ്പിലുള്ള PCB നമ്മൾ ഉപയോഗിക്കണം. ഇത് ഒരു ഗ്ലാസ് എപ്പോക്സി, സാർ നേരത്തെ എടുത്തതായിരുന്നു ഗ്ലാസ് എപ്പോക്സി. നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ബെയർ PCB എല്ലാം കാണിച്ചു തരും. അതനുസരിച്ചിട്ട് PCB ഉണ്ടാക്കാനും നിങ്ങൾ പഠിപ്പിക്കും. മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മെയിനായിട്ട് 2 ടെക്നോളജിയിലാണ് നമ്മൾ കമ്പോണൻസ് നമ്മൾ PCBയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ത്രൂ TH, അതായത് ത്രൂ ഹോൾ ടെക്നോളജി, THT. മറ്റത് SMT, സർഫസ് മൗണ്ട് ടെക്നോളജി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡിയൊക്കെ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് SMT ടെക്നോളജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള SMT ഡിവൈസിനെ കുറിച്ചും നിങ്ങൾക്ക് 4th ഡേ നിങ്ങൾക്ക് എടുക്കും. ആ സോൾഡിങ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരും. ഞാൻ 2 ടൈപ്പ് പോർട്ടുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ സാധാരണയൊക്കെ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ടാണിത്. ഇത് ഡുവൽ കൺട്രോളാണ്. ഇതിനകത്ത് അറ്റ് എ ടൈമിൽ പോർട്ട് വേരി ചെയ്യുമ്പോൾ ഇതിന് 2 കൺട്രോൾസ്, 2 റീസൺസാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ചില സർക്യൂട്ട്സിൽ നമുക്ക് ഇതുപോലുള്ള പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം പോർട്ടുകൾ PCBയുടെ എല്ലാം ഒരു സൈഡിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, ഇത് അതിൻ്റെ ഓണേഴ്സിന് ഉപയോഗിക്കാൻ പാകത്തിനാണെന്നെങ്കിൽ ഇവിടെ അതിൻ്റെ സ്ലോട്ടുകൾ ഇട്ടതിന് ശേഷം, അതിൻ്റെ പാഡ്സുകൾ ഇട്ടതിന് ശേഷം, അതിൻ്റെ ഹോൾസുകൾ ഇട്ടതിന് ശേഷം വയർ പുറത്ത് സോൾഡ് ചെയ്തിട്ട് ഇത് നമുക്ക് പുറമേ ഉള്ള എക്യുപ്മെൻസിൽ നമുക്കിത് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ, അതായത് ഈ കമ്പോണന്റ് നമ്മൾ PCBയിൽ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ PCBയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ അതിനുവേണ്ടി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതല്ല നിങ്ങളിത് പുറമെ, മീൻസ് ക്യാബിനറ്റിലാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോബ് ക്യാബിനറ്റ് ഫിക്സ് ചെയ്യുക. അവിടെ നിന്ന് വയേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി
അതും സൈഡിൽ തന്നെ നമുക്ക് പാഡുകൾ കണക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഒരു PCB നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, PCB മൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഷെറിൻ സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മുൻപ് നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ PCB ചെയ്യിപ്പിക്കും. ഇപ്പൊ തന്നെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, then ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, 555 വെച്ചുള്ള IC വെച്ചിട്ടുള്ള ഒരു റെക്ടിഫയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണക്കാക്കി 555 വെച്ചിട്ടുള്ള ഒരു ടൈമർ സർക്യൂട്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ വിട്ട് തന്നെ ഒരു PCBയിൽ ചെയ്താൽ കൊള്ളാമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതാണ്, ഞങ്ങളിവിടെ ചെയ്യിക്കാറുണ്ട്. നിങ്ങളങ്ങനെ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ ചെയ്യിപ്പിക്കുക. അതിനുള്ള ഒരു മെത്തേഡ് ഷെൻ സാർ പറഞ്ഞു, ഒരു പ്രാകൃതമായ ഒരു മെത്തേഡ് ഷെൻ സാർ നിങ്ങളടുത്ത് പറഞ്ഞു. കാരണം ഒരു തെർമോകോൾ എടുത്തിട്ട് അതിന്മേൽ ഒരു കനം കുറഞ്ഞ ഒരു തെർമോകോൾ എടുത്തിട്ട് അതിന്റെ മേളിൽ സർക്യൂട്ടിനനുസരിച്ച് കമ്പോണൻസിനെയൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ കമ്പോണൻസിന്റെ എല്ലാ ലീഡുകളെല്ലാം തെർമോകോളിന്റെ മറു സൈഡിൽ വരും. എന്നിട്ട് സർക്യൂട്ട്സ് നോക്കിയിട്ട് ആ ലീഡുകൾ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഓൾഡ് ടൈപ്പിൽ വയറുകൾ വെച്ച് സോൾവ് ചെയ്തിരുന്നുവെങ്കിൽ അതിനെ ഒരു സ്കെച്ച് പെൻ എന്തെങ്കിലും വെച്ചിട്ട് തെർമോകോളിന്റെ മറു സൈഡിൽ വരയ്ക്കും. വരച്ചതിന് ശേഷം അതിനെ ഏതെങ്കിലും മെത്തേഡിൽ ഒരു വേർ PCBയിലോട്ട് കൺവേർട്ട് ചെയ്യും, പിന്നെ എച്ച് ചെയ്യും, പിന്നെ ഡ്രില്ല് ചെയ്യും. അങ്ങനെ പിള്ളേരെ വിട്ട് സംഭവം ചെയ്യും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികളിട്ട് ചെയ്യിക്കാനുള്ളൊരു നെക്സ്റ്റ് ശ്രദ്ധിക്കും. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ, എല്ലാ സ്റ്റുഡൻസിനും ഓരോ ബെയർ PCB കൊടുത്ത് നമുക്ക് ചെയ്യിക്കാവുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണിത്. ഇപ്പം സർക്യൂട്ട് ഡയഗ്രാം എയിൽ കാണിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്സ് ആണ്. ഒരു 4 ഡയോഡ്സ് വരുന്നുണ്ട്, 11401 വരുന്നുണ്ട്. ദെൻ ഒരു ലോഡ് റേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇതുപോലെ തന്നെ ഒരു ഇന്നുണ്ട്, ഒരു ഔട്ട് ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തൊട്ട് താഴെ ബിയും സിയും ഒരു ഗ്രാഫ് ഷീറ്റാണ്, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഷീറ്റാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് തെർമോകോൾ പേപ്പറിലൊക്കെ നമുക്ക് വയ്ക്കുന്നതിന് പകരം ഈ കാണുന്ന ഇതുപോലെ ഒരു ഗ്രാഫ് ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കുക. ഗ്രാഫ് ഷീറ്റ് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഉണ്ടോ D1, D2, D3, D4 എന്ന് പറഞ്ഞിട്ട് ഡയോഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. PCB ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10 11 ഒരു PCB ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 10ഓളം റെസിസ്റ്റർ വരും, ചിലപ്പോൾ ഒത്തിരി കപ്പാസിറ്ററുകൾ വരും, സെമി കണ്ടക്ടേഴ്സ് വരും. അപ്പൊ ഇതെല്ലാം ആ PCBയിൽ അങ്ങോളം ഇങ്ങോളം ഇറഗുലറായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതിന് പകരം ഈ റെസിസ്റ്ററുകളെല്ലാം ഒരു പ്രത്യേക ഈ ഫിഗർ നോക്കിയാൽ അറിയാം, അതിനകത്തൊരു 4 ഡയോഡും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രത്തിൽ 4 സ്ഥലത്താണ് കിടക്കുന്നത്. അതേ സമയത്ത് അതൊരു PCB ഡിസൈനിലോട്ട് വന്നപ്പോൾ, ഒരു PCB ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 4 ഡയോഡും കണ്ടു കഴിഞ്ഞാൽ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ കാഥോഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്നുണ്ട്, ആനോഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്ററുകൾ പല ഡയറക്ഷനിൽ നിൽക്കാതെ ഒന്നുകിൽ സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലായിട്ടോ, ഒരു സർക്യൂട്ടിൽ ഒരു PCB കാണുമ്പോൾ പാരൽ പോലെ തോന്നും, പക്ഷെ നമ്മൾ ഇന്റേണലി ഡിഫറെൻ്റ് ആയിരിക്കും. പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗിയാവും. അതിലേറെ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോളറൻസ് ബാൻഡുകളെല്ലാം നമുക്ക് ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റും. അതുപോലെ കപ്പാസിറ്റർ എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ്. കപ്പാസിറ്റർ ഒരു 10ഓളം കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഈ 10 കപ്പാസിറ്ററിന്റെയും കഴിവതും ഈ പോസിറ്റീവ് സൈഡ്, ഇലക്ട്രിക് കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡുകളെല്ലാം ഒരു സൈഡിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കി തന്നെ PCBയിൽ നോക്കി തന്നെ റെസിസ്റ്ററിന്റെ വാല്യൂ അതുപോലെ കപ്പാസിറ്ററിന്റെ വാല്യൂ എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പല ഡയറക്ഷനിൽ പോയിട്ട് പല ഡയറക്ഷനിലോട്ട് തിരിച്ച് PCB അതിന്റെ എക്യുപ്മെന്റ്സിന്റെ സ്ക്രൂ എല്ലാം ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് പല ഡയറക്ഷനിൽ നോക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നല്ലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു PCB ഡിസൈനർ ചെയ്യുന്നത് ഇതെല്ലാം കമ്പോണൻസുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും. ഡയോഡെല്ലാം ഒരുമിച്ചിരിക്കും, ഒരു പാരലായിട്ടിരിക്കും, റെസിസ്റ്റർ എല്ലാം പാരലായിട്ടിരിക്കും, ദെൻ
ട്രാൻസിസ്റ്ററുകളെല്ലാം അടുത്തെടുത്തിരിക്കും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഗുലേറ്റർ ഐസി മാതിരിയുള്ള സാധനങ്ങളെല്ലാം മേഖല ഒരു സൈഡിൽ ഒരു സ്ഥലത്തിരിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ, നാളെ നിങ്ങൾ ഡിസൈൻ പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ കുട്ടികളെ ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഈ കമ്പൗണ്ട്സിലായിട്ട് നോക്കുക. ഗ്രാഫ് ബി ഒറ്റ ഗ്രാഫാണ്, ഞാൻ അതിനെ ബിയും സി ആയിട്ട് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ്. ബി ഗ്രാഫിൽ ആക്ച്വലി ഒരു ഫിസിക്കൽ ഒരു ഡയോഡ് സ്റ്റുഡൻസിന് ലാബിൽ കൊടുത്ത ഡയോഡ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഡയോഡിനെ അവർ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് ആ ഡയോഡിന്റെ ആ മെറ്റീരിയൽ പാർട്ടിന്റെ ലെന്ത് വിഡ്ത്ത് മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എത്രത്തോളം ലീഡിന് എത്രത്തോളം ലെന്ത് വേണം, ഇതിനകത്ത് ഇച്ചിരി ലെന്ത് കൊടുത്തിട്ടുണ്ട്, ശരിക്കും ഇത്രയും വേണ്ട. നമുക്ക് PCB കുറച്ചുകൂടെ കോമ്പാക്ട് ആക്കണമെങ്കിൽ സാധാരണ 19400 ഡയോഡിന്റെ ലെന്തിന്റെ ഡയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 1 ആയിരിക്കാം. 1 ആണെങ്കിൽ നമുക്കൊരു 2 mm ലെന്ത് കൊടുത്താൽ മതി. ഇതിച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് ആ രീതിയിൽ ഫിഗർ, ആ ഒരു കമ്പോണന്റിന്റെ ലേ ഔട്ട് ഈ ഗ്രാഫ് ഷീറ്റ് വരയ്ക്കും. ഗ്രാഫ് ഷീറ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ MM-ഉം വിഡ്ത്തിന്റെ MM-ഉം ലെന്തിന്റെ MM എല്ലാം നമുക്ക് പക്ക കറക്റ്റായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഗ്രാഫ് ഷീറ്റ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രാഫ് ഷീറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് അതിനെങ്ങനെ അറേഞ്ച് ചെയ്തു, ആദ്യം എവിടെ ആ ഗ്രാഫ് ഷീറ്റിൽ തന്നെ ഈ കമ്പൗണ്ട്സുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ കപ്പാസിറ്ററിന്റെ അവിടെ ഒരു റൗണ്ട് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഉള്ള കപ്പാസിറ്ററിന്റെ ഡയയാണ്, അതിന്റെ ടോപ്പ് വ്യൂ ആണ്. പിന്നെ സെൻട്രിൽ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ലീഡുകൾ തമ്മിലുള്ള ലെന്താണ്. ആ ലീഡുകൾ തമ്മിലുള്ള ലെന്ത് പോലും ഡിസ്റ്റൻസ് പോലും ശരിക്കും MM-ൽ മെഷർ ചെയ്ത് നമ്മുടെ കൈവശീരിപ്പുണ്ട്. അത് വച്ചിട്ട് ആണ് ഈ ഫിഗർ വരച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ PCB നമുക്ക് ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എക്യുപ്മെന്റ് സൈഡിലോട്ടാണ് നമ്മൾ PCBയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സോ നമ്മൾ അതിനെ ഒരു എക്യുപ്മെന്റിൽ ഉറപ്പിച്ച് വയ്ക്കാൻ കണക്കാക്കി 4 സ്ക്രൂ കൊടുക്കുന്നതിന് വേണ്ടി 4 ഹോൾ പ്രൊവൈഡ് ചെയ്തു. അതും നമ്മൾ ഗ്രാഫ് ഷീറ്റ് തന്നെ വരച്ചു. ഓക്കെ. ദെൻ സർക്യൂട്ട് ഡയഗ്രാം എ നോക്കിയിട്ട് സ്റ്റുഡൻസിനോട് എയിലുള്ള നോക്കിയാൽ അറിയാം, ഡയോഡ് D1-ഉം D2 അല്ലേ, D1 D2, D1-ന്റെ കാഥോഡും D2-ന്റെ കാഥോഡും തമ്മിൽ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫിൽ എന്ത് ചെയ്യുന്നു, ആ ഗ്രാഫിൽ കാണുന്ന ആ കുഞ്ഞ് ലൈനിൽ ഗ്രാഫിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അപ്പുറത്ത് ഗ്രാഫ് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് 2 ഡയോഡിന്റെയും ആനോഡുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ സർക്യൂട്ട് ഡയഗ്രത്തിൽ നോക്കിയിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ വിട്ട് പെൻസിൽ കൊണ്ടോ പെൻ കൊണ്ടോ ഇതുപോലെ ഷോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ ഷോർട്ട് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ആ ഫിഗർ സി ഒന്ന് നോക്കുക. ഫിഗർ സിയിൽ ഞാൻ ആ കമ്പോണൻസിനെ എല്ലാം എടുത്തങ്ങ് മാറ്റി. അതായത് ടോപ്പ് വ്യൂ കമ്പോണന്റ് സൈഡിൽ കമ്പോണൻസിനെ എല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ ആ മേളത്തെ ആ ഒരു ലൈൻ വെച്ചിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണോ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് പ്രിന്റ് കിട്ടുന്നത്, ഏകദേശം അതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇതുപോലെ നമ്മൾ സി വരച്ചു. ദെൻ ഈ സി പോർഷനെ നമ്മളിപ്പോൾ സി പോർഷൻ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അതുപോലെ ഒരു PCBയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആ സി പോർഷനെ നമ്മൾ ഒരു ട്രേസിംഗ് ഷീറ്റിലോട്ട് മാറ്റും. നെക്സ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. PCB ലേഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, സി ആ മേലിൽ വരച്ചിരിക്കുന്ന സെയിം സി തന്നെയാണ്. ആ സി ഗ്രാഫ് ഷീറ്റിലായിരുന്നു. ഈ സി ഇപ്പോൾ ഇരിക്കുന്നത് ഇതൊരു ട്രേസിംഗ് ഷീറ്റിലാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. D1 D2 D3 D4 അതെല്ലാം കമ്പോണൻസുകളാണ്. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ബാക്കി സർക്യൂട്ട്സുകൾ എല്ലാം ആ ഷോർട്ട് ചെയ്ത് സർക്യൂട്ട് ഡയഗ്രാമത്തിൽ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതുപോലെ സിയിൽ വരച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ സി വരച്ചത് എവിടെയാണ് നമ്മൾ വരച്ചത്? PCBയുടെ കമ്പോണന്റ് സൈഡിലാണ് വരച്ചത്. നമുക്കത് പോരാ. ആ സംഭവത്തെ പ്രിന്റഡ് സർക്യൂട്ട് അതായത് പ്രിന്റഡ് പോർഷനിലോട്ട് മാറ്റണം. അതുകൊണ്ട് നമ്മൾ അതിന്റെ മിറർ ഇമേജ് എടുക്കും. മിറർ ഇമേജ് എടുക്കാൻ വളരെ ഈസിയാണ്. ആ CD ഒന്ന് ശ്രദ്ധിക്കുക. ആ സിയും ഡിയും ആ സൈസിൽ ട്രേസ് ഷീറ്റ് എടുത്തിട്ട് സിയിൽ ഗ്രാഫിൽ നിന്നും കൺവെർട്ട് ചെയ്യുക, ഒരു ഗ്രാഫ് പേപ്പറിന്റെ ഹെൽപ്പോട് കൂടി കൺവെർട്ട് ചെയ്യുക. ദെൻ ഇത് നേരിട്ടങ്ങ് മടക്കുക.
അപ്പോൾ ഈ PCB ലേഔട്ട് മിറർ ഇമേജ് എന്ന് പറയുന്നത് ആക്ച്വലി അത് PCB സൈഡാണ്. ആർക്കും കൺഫ്യൂഷൻ വല്ലതും തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ആദ്യത്തെ പോർഷൻ കാണിക്കാം. A സർക്യൂട്ട് ഡയഗ്രാം, B ആ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് PCBയുടെ ടോപ്പിൽ കമ്പോണൻസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫിസിക്കൽ സൈസും ഡയമെൻഷനും എല്ലാം വെച്ചിട്ട്. ദെൻ സിയിൽ കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്തു. പിന്നെ സിയിൽ കാണുന്ന ഷോർട്ടിങ്ങുകളെല്ലാം നമ്മുടെ സർക്യൂട്ട് A എന്ന് പറയുന്ന സർക്യൂട്ടിനകത്തുള്ളതാണ്. ദെൻ സിയിലുള്ള സെയിം സാധനത്തെ നമ്മളൊരു ഇതിൻ്റെ മേളിലൊരു ട്രേസിംഗ് ഷീറ്റ് വെച്ചിട്ട് സിയിലോട്ട് സെയിം സി തന്നെ ഒരു ട്രേസിംഗ് ഷീറ്റിലോട്ട് മാറ്റി. ആ ഷീറ്റിലുള്ള ഷോർട്ടിംഗ് സർക്യൂട്ടിന്റെ മിറർ ഇമേജ് ആണ് ഡിയിൽ കാണുന്നത്. അതാണ് മിറർ ഇമേജ്. അപ്പൊ ആ മിറർ ഇമേജ് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന്റെ നമുക്ക് ട്രാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ ട്രാക്ക് സൈഡാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി മുമ്പൊക്കെ ആർട്ട് വർക്ക് മെറ്റീരിയൽസ് മാർക്കറ്റിൽ കിട്ടുമായിരുന്നു. അതായത് പാഡ്സ് എന്നും അതുപോലെ റിബൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്, റിബൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്, റിബൺസ് മീൻസ് ട്രാക്ക്. അപ്പൊ ഇങ്ങനെ റോളായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ഇൻസുലേഷൻ ടേപ്പ്, സെല്ലോ ടേപ്പ് കിട്ടുന്നത്, അതേപോലെ ഡിഫറെന്റ് തിക്നെസ്സിൽ, ഡിഫറെന്റ് വിഡ്ത്തില് ട്രാക്കുകൾ കിട്ടും. അതായത് 1 mm വിഡ്ത്തിൽ കിട്ടും, 2 mm വിഡ്ത്തിൽ കിട്ടും, അതുപോലെ തന്നെ 3 mm വിഡ്ത്ത്, 4 mm വിഡ്ത്തിലൊക്കെ ഈ ട്രാക്കുകൾ കിട്ടും. അതുപോലെ തന്നെ പാഡ്സ് എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്യേണ്ട പോർഷൻസ്, നമ്മുടെ സ്റ്റിക്കർ മാതിരി, റൗണ്ട് സ്റ്റിക്കർ മാതിരി 1 mm, 2 mm, അതുപോലെ 3 mm, 4 mm, ചിലപ്പോൾ ഷീൽഡ് വയറുകളൊക്കെ ഉറപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ സ്ക്വയർ ടൈപ്പ്, ഇങ്ങനെ ഡിഫറെന്റ് കളറുകളിൽ, ഡിഫറെന്റ് ഡയയിൽ നമുക്ക് പാഡ്സുകൾ കിട്ടും. അപ്പോൾ ഈ പാഡ്സുകൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതും നമ്മൾ കുട്ടികളെ വിട്ട് ചെയ്യിക്കാൻ പോകുന്നതും പറയാം. ആദ്യം ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പറയാം. അപ്പൊ ഈ കാണുന്ന ആർട്ട് വർക്ക് എല്ലാവരും കണ്ടല്ലോ, ഫിഗർ ഇ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ശരിക്കും ആ ഡി എന്ന് പറയുന്ന സെയിം സർക്യൂട്ടാണ് ഇ. അപ്പൊ അത് ഒരു ആർട്ട് വർക്ക് മെറ്റീരിയൽ വെച്ച് ചെയ്താണ്. ആദ്യം നമ്മൾ ഈ കാണുന്ന ട്രാക്കുകൾ, 1 mm ട്രാക്കുകൾ, ഒരു ഡയോഡിന്റെ കാഥോഡ്, മറ്റൊരു ഡയോഡിന്റെ കാഥോഡ് മാറ്റി ഷോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് എത്ര mm ആണോ ട്രാക്കിന്റെ വിഡ്ത്ത് വേണ്ടത്. ഈ ട്രാക്കിന്റെ വിഡ്ത്തിനൊക്കെ ചില സയൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓരോ എവിടെയൊക്കെ എത്ര വിഡ്ത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് ഡിസൈനിൽ ആവശ്യം വരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ കൈവശം ഇപ്പൊ 2 mm റിബൺ ആണ് അല്ലെങ്കിൽ ട്രാക്കാണ് കൈവശം ഉള്ളതെങ്കിൽ അത് അതിന്റെ മേലിലോട്ട് വെച്ച് നൈഫ് ഉപയോഗിച്ച് 2 എൻഡും കട്ട് ചെയ്ത് ഇതിലങ്ങ് ഒട്ടിക്കും. പിന്നെ ഇതിന്റെ സോൾഡർ ചെയ്യേണ്ട പോയിന്റ്സിൽ അതിന്റെ മേലിലായിട്ട് നമ്മൾ പാഡ്സ് ഒട്ടിക്കും. പാഡ്സ് ഒട്ടിച്ചിട്ട് ഇതിന്റെ ഫിലിം എടുക്കും, ഇതിന്റെ പോസിറ്റീവ് ഫിലിം എടുക്കും. ഈ പോസിറ്റീവ് ഫിലിമിനെ എല്ലാവർക്കും അറിയാമായിരിക്കും, സ്ക്രീൻ ബെൻഡിങ്. അപ്പൊ സ്ക്രീൻ ബെൻഡിങ് എന്ന് പറയുന്ന മെത്തേഡിലോട്ട് കൺവെർട്ട് ചെയ്യും. അപ്പൊ സ്ക്രീൻ ബെൻഡ് ചെയ്യുന്ന മെത്തേഡിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എങ്ങനെയാണോ മുമ്പ് വിസിറ്റിംഗ് കാർഡും അതുപോലെ തന്നെ മാരേജ് കാർഡുകളൊക്കെ അടിച്ചിരുന്നത്, അതുപോലെ നമ്മുടെ ബെയർ PCBയിൽ ഞാൻ ഈ ഫിഗർ ആർട്ട് വർക്ക് ഈ കാണിച്ചിരിക്കുന്ന ഷേപ്പിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനിലൊക്കെ യൂസ് ചെയ്തിട്ട് എച്ച് ചെയ്ത് നമുക്ക് PCB എത്ര PCB വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഔട്ട് ഓഫ് ടെക്നോളജി അല്ല, ഇപ്പോഴും നമുക്കൊരു 100ഓളം PCBകളെ കോസ്റ്റ് കുറച്ചുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് ഇത്. ഈ ഫിഗറിൽ കാണുന്ന ഈ ഷേപ്പിൽ ആർട്ട് വർക്ക് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പോസിറ്റീവ് ഫിലിം എടുക്കുക. പോസിറ്റീവ് ഫിലിമിനെ സ്ക്രീൻ ബെൻഡിങ് സൈഡിലോട്ട് മാറ്റണം. എന്നിട്ട് സ്ക്രീൻ ബെൻഡ് ചെയ്ത് PCB ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്പർ ഓഫ് PCB ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കുട്ടികളെ വിട്ട് ഇതെങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ട് വർക്ക് ഇത് അവരെ വിട്ട് വരപ്പിച്ചതിന് ശേഷം ഇതുപോലെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വൈറ്റ്നർ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും പെർമനന്റ് മാർക്കർ യൂസ് ചെയ്യാം.
ഇപ്പൊ ഇങ്ങനെ ഈ പെർമനന്റ് മാർക്കറും മൈനറൊക്കെ യൂസ് ചെയ്തൊക്കെ ഇതൊക്കെ ചെയ്യുന്നതെല്ലാം നാളെ നിങ്ങൾ ലൈവായിട്ട് നാളെ നിങ്ങൾക്ക് ഇവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിൽ കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട്, മനസ്സിലായില്ലെങ്കിൽ തന്നെയും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾക്കിത് നെക്സ്റ്റ് നാളത്തെ ലാബ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് സഹായകമാകും. അല്ലെങ്കിൽ തന്നെ ഇത് പലർക്കും ഇപ്പൊ തന്നെ നിലവിൽ അറിയാമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ നമ്മളെ കുട്ടികളെ വിട്ട് PCB നിങ്ങൾ ചെയ്യിപ്പിക്കണം. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ നാളെ ഹാൻഡ്സ് ഓൺ ട്രെയിൻ ചെയ്യിക്കും. ഇത് ഈ ഒരു സാധനം നിങ്ങൾ ഫോട്ടോ പേപ്പറിലോട്ട് കൺവെർട്ട് ചെയ്യും. അതിനെ നിങ്ങൾ ബെയർ PCBയിലോട്ട് അയൺ ബോക്സ് ഉപയോഗിച്ച്, ഷെൻ സാർ പറഞ്ഞു കഴിഞ്ഞു, അയൺ ബോക്സ് ഉപയോഗിച്ച് ഇതിനെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് എച്ച് ചെയ്ത് എങ്ങനെ ചെയ്താലും നമുക്ക് നല്ലൊരു PCB, ഒരു മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന PCB പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, കമ്പോണൻസിന്റെ സൈസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ട്രാക്കിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ സെഷൻ എടുക്കാം. ഡിയർ പാർട്ടിസിപ്പൻസ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ സെഷനാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടു കാണും. സാറ് പറയുന്ന രീതിയും പ്രസന്റ് ചെയ്യുന്ന വീഡിയോയും ഒക്കെ കണ്ടു കാണും. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുകയോ ചെയ്യണം. നമ്മുടെ ഈ FDPയുടെ ഒരു ഫൈനൽ എത്തുക. നിങ്ങൾ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. ഓരോ സെഷൻ്റെയും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഒരു 2 ക്വിസ് എങ്കിലും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും സിറ്റർ വഴി. അത് നിങ്ങൾ സമയത്ത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ മൂഡിൽ യൂസ് ചെയ്യാത്തവർ ആ ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേ അത് നിങ്ങൾ നോക്കി അത് കറക്റ്റ് ആണോ എന്ന് പറയണം. അത് സമയമായിട്ടില്ല. മൂഡിലെ സാറ്, സിറ്ററിലെ ഒഫീഷ്യൽസ് അത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ വേണ്ടത് എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ ഈ ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ PCB ഡിസൈൻ ഈ കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക. സനൽ സാറിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഈ രീതിയിലാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്കതനുസരിച്ച് നാളെ നമുക്കത് കൂടുതൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാളെ ഫസ്റ്റ് സെഷൻ സുരേഷ് സാറിന്റെ സെഷനാണ്. അതിൽ നിങ്ങൾ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കണം. ഇന്ന് 2 ഫയൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നാളെ അതെങ്ങനെയാണ് അത് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത് സുരേഷ് സാറ് ഗൈഡ് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ ആയിട്ട് സർട്ടിഫിക്കറ്റിന് മാത്രമല്ലാതെ ലോഗിൻ ചെയ്തവർ, പഠിക്കാനായിട്ട് ലോഗിൻ ചെയ്തവർ തീർച്ചയായിട്ടും സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കരുതുക. സുരേഷ് സാറ് ഗൈഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അത് മസ്റ്റായിട്ട് വേണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ സെഷന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഏത് സമയവും പറഞ്ഞു സാർ. നെറ്റ്വർക്ക്ഡ് ആയിക്കണോ സിസ്റ്റം? നെറ്റ്വർക്ക് വേണോ? വേണ്ട. നമ്മള് മറ്റേ സോഫ്റ്റ്വെയർ തരികയല്ലേ, അത് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. നെറ്റ്വർക്ക് വേണ്ട. അതിനകത്ത് ഈ തരുന്ന ഇന്ന് ഇൻസ്ട്രക്ഷൻസ് ഇടും. അപ്പൊ ഇന്ന് ഇടുന്ന ഫയല് ആ സിസ്റ്റത്തില് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ആ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത ഫയല് വെച്ചാൽ മാത്രം മതി. നാളെ സുരേഷ് പറയും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കുന്നതായിരിക്കും സൗകര്യം. മൊബൈലിൽ നമുക്ക് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. ഇപ്പൊ സനിൽ സാറിനെ ക്ഷണിക്കുന്നു. ആയോ? അത് സുരേഷ് ഇട്ടു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തികച്ചും നമ്മൾ ഓഫ്ലൈനിൽ ചെയ്യേണ്ട ഒരു കോഴ്സാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഓൺലൈനിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ഉണ്ടാകും. അതുപോലെ നമുക്കും
നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഉള്ള പരിമിതി വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ സെക്കൻഡ് സെക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ നാളെ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പോകുന്ന PCB ഡിസൈനിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന PCBയുടെ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ നോക്കണം. മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് പ്രോഡക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ദെൻ ഇതിൻ്റെ എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ ഇത് ഓരോ കമ്പോണൻസിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭാരമുള്ള മെറ്റീരിയൽസ് കമ്പോണൻസിനെയൊക്കെ നമ്മൾ PCBയിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ മറ്റൊരു പ്ലേസ് അതിന് വേണ്ടി കണ്ടെത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ കേസിൽ ടൈപ്പുകൾ പോലും മാറുമ്പോൾ പോലും ശരിക്കും ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ സാധാരണ PCB നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞു ത്രൂ ഹോൾ ടെക്നോളജിയും പിന്നെ നമ്മളിവിടെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ പോകുന്ന SFD ടെക്നോളജി. ഈ മെയിനായിട്ട് 2 ടെക്നോളജിയിലെ സംഭവങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ THT അതുപോലെ SFD ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ. ഒന്ന്, കണ്ടക്ടർ റൂട്ടിംഗ് റൂൾസ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രസന്റേഷൻ ഒന്ന് നോക്കുക. കണ്ടക്ടർ റൂട്ടിംഗ് റൂൾസ് അതിനകത്ത് സെക്കൻഡ് സെക്ഷനിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ പുറമേ നിന്നൊക്കെ നമ്മളൊരു PCB മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്കുകളും പാഡ്സുകളൊക്കെ ഇരിക്കുന്നത് ആ രണ്ടാമത്തെ ഇതിൽ കാണുന്ന പോലെയാണ്. അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കുക. അതിൻ്റെ ലെന്ത്, ട്രാക്കിൻ്റെ ഒക്കെ ലെന്ത്, 2 പാഡ്സും തമ്മിലുള്ള ലെന്ത് കൂടുതലാണ്. അപ്പോൾ ലെന്ത് നമ്മൾ കുറച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ലെന്ത് കുറച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഫിഗറിൽ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ അതിനകത്ത് റെക്കമെൻഡഡ് പോർഷനിൽ ആ ആംഗിളിനെ 90 ഡിഗ്രി ആക്കി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ആംഗിള് ലെഫ്റ്റ് സൈഡിൽ ഫിഗറിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വന്നപ്പോൾ ആ 2 പാഡ്സിൻ്റെയും സെൻറ്ററിലൂടെ അതിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന പോലെ ചെയ്താലും സർക്യൂട്ട് വർക്ക് ചെയ്യും. PCB ആണ് സംഭവം എല്ലാം ആണെങ്കിലും ആ റൈറ്റ് സൈഡിലെ പോർഷൻ നോക്കുക, എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഒരു ഭംഗിയായ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിൽ വേണം നമ്മൾ മാനുവൽ റൂട്ടിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാനുവലായിട്ട് ഒരു നേരത്തെ പറഞ്ഞ പാഡ്സും ട്രാക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ റൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം PCB ഒക്കെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ്. അടുത്ത് നോക്കാം, ഡിസൈൻ ഓഫ് റിലയബിൾ സോൾഡർ ജോയിൻസ്. അപ്പോൾ സോൾഡർ ജോയിൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പാഡ്സുകളൊക്കെ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, ആ പാഡ്സുകളുടെ ഡയ എത്രയായിരിക്കണം എന്നാണ്. അപ്പോൾ പാഡ്സിന്റെ ഡയ അറിയണമെങ്കിൽ ആ ട്രാക്കിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് വേണം. അപ്പോൾ ട്രാക്ക് സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ലൈനൊക്കെയാണ്. എക്സാമ്പിൾ ഒരു 2 ആംപ്ലിഫയർ ആണ്, നമ്മൾ 2 ആംപ്ലിഫയറുകൾ തമ്മിൽ കപ്പിൾ ചെയ്യണം. അപ്പോൾ ഒരു സിഗ്നൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ടിൽ നിന്നും കപ്പാസിറ്റർ വഴി അടുത്തതിന്റെ ബേസിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറച്ച് മതി. അതായത് നമുക്കൊരു 1 mm ആയിരുന്നാലും കുഴപ്പമില്ല ആ ട്രാക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 mm. അതുപോലെ പവർ ലൈൻ നമുക്ക് VCC 10 വോൾട്ട് 12 വോൾട്ട് ഒക്കെ കൊടുക്കുന്ന ലൈനുകൾ, ആ ലൈനുകളുടെ ഒരു മിനിമം ഒരു 2 mm ഉണ്ടാവണം. ഞാൻ പറയുന്നത് മിനിമം ആണ്, കുറച്ചിലൊക്കെ മാക്സിമം ഒക്കെ എടുത്തു കഴിക്കാനും വേറെ തെറ്റൊന്നുമില്ല. അതുപോലെ ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഗ്രൗണ്ട് മിനിമം ഒരു 3 mm കൊടുക്കണം ഗ്രൗണ്ട്. അതെല്ലാം ആ റെക്കമെൻഡഡ് പോർഷനിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഏകദേശം എല്ലാം തിക്നെസ് ഒരുപോലെയാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ സിഗ്നൽ ലൈനുകളൊക്കെ 1 mm വേണം, മിനിമം 1 mm വേണം. അതുപോലെ തന്നെ പവർ ലൈനുകളൊക്കെ ഒരു 2 mm വേണം. അതുപോലെ ഗ്രൗണ്ട് 3 mm വേണം. അപ്പോൾ ഗ്രൗണ്ട് 3 mm വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും വയ്ക്കേണ്ട പാഡ്സുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിൻ്റെ ഒരു 3 ടൈപ്സ് എങ്കിലും വേണം. കാരണം 3 mm ആണ് വിട്ടെങ്കിൽ അപ്പോൾ 3 mm ഹോൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും.
അങ്ങനെയാണെങ്കിൽ അതിന്റെ 2 പോർഷൻ സൈഡിലോട്ട് വീണ്ടും ഒരു 3 mm വേണ്ടി വരും. അപ്പോൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് വിത്തിന്റെ സിഗ്നൽ ലൈൻ ആണെങ്കിൽ 1 mm, അപ്പോൾ അതിന്റെ 2 സൈഡിലും കൊടുക്കുന്ന പാഡ്സുകൾ എന്ന് പറയുന്നത് 3 times. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. വിട്ട് 1 mm ആണെങ്കിൽ നമ്മളൊരു 3 mm വേണം. അതിൽ 1 mm പോർഷൻസ് നമ്മൾ ഡ്രിൽ ചെയ്ത് കളയും. ബാക്കി സൈഡിൽ അപ്പോൾ 1 mm പോർഷൻ കാണും. ദാറ്റ് മീൻസ് എത്രയാണോ ട്രാക്കിന്റെ വിട്ട് അത് തന്നെ, ആ വിട്ട് തന്നെ നമുക്ക് അതിന്റെ പാഡ്സിലും കാണും. അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു സോൾഡറിങ് ജോയിന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് നോക്കുക, ആ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പാഡ്സിന്റെ ഒക്കെ ഒരു സംഭവം നോക്കുക. അതിന്റെ ഡയമെൻഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ ശ്രദ്ധിക്കുക, 2 പാഡുകളും നമ്മൾ അടുത്തടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 2 ജോയിന്റ്സും തമ്മിൽ ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്. ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് അവിടെ പാഡ്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പോയിന്റ്സ് പറയാൻ വിട്ടുപോയത്, ഷെറിൻ സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് SMD കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. സർഫസ് മൗണ്ട് ടെക്നോളജി ആ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ നമ്മൾ SMD എന്ന് പറയും. വളരെ സ്മാർട്ട് ആയിട്ടുള്ള, വളരെ കുഞ്ഞ്, വളരെ പ്രിസിഷൻ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ആയിരിക്കും, വളരെ തിന്നായിട്ടുള്ള കമ്പോണൻസ് ആയിരിക്കും SMD കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ SMD കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു PCBയിൽ വെച്ച് SMD സോൾഡറിങ്, ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് സോൾഡറിങ് ആണ്. അത് നിങ്ങൾ 4th day പഠിപ്പിക്കും. അപ്പൊ SMD കമ്പോണൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതിന്റെ ഒരു ടെസ്റ്റിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്ററോ ഒരു റെസിസ്റ്ററോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഫ്ലോവറൊക്കെ ഉപയോഗിച്ചൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഒത്തിരി ലീഡൊക്കെ ഉള്ള IC ഒക്കെ ആണെങ്കിൽ പിന്നെ അത് റീവർക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഓരോ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം SMD PCB നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഓരോ സ്റ്റേജിലും ടെസ്റ്റ് പോയിന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് അഡീഷണൽ ആയിട്ട് ഒരു ഹോള്, ഒരു കണക്ടറോ ഒരു പിന്നോ ഒരു ബെയിൽ പിൻ കണക്ട് ചെയ്യാൻ കണക്കാക്കിയോ അല്ലെങ്കിൽ വെറുതെ ഒരു ഹോളോ എന്തെങ്കിലും അങ്ങനെയുള്ള ടെസ്റ്റ് പോയിന്റ്സ് ആയിട്ട്, മറ്റേത് വേണ്ട, നമ്മുടെ സാധാ THT ടെക്നോളജിയോ നമ്മുടെ പ്ലാറ്റർ ത്രൂ ഹോളൊക്കെ ചെയ്ത സമയത്തൊന്നും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ SMD ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ PCB ഡിസൈൻ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ടെസ്റ്റ് പോയിന്റ്സുകൾ ഇടുന്നത്, എക്സാമ്പിൾ ഒരു മദർ ബോർഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും ടെസ്റ്റ് പോയിന്റ്സ് ഇടുന്നത് നമുക്കതിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഏത് സെക്ഷനിലാണ് കംപ്ലൈൻറ്റ്, അവിടെ ഒരു ചെറിയൊരു SMD റെസിസ്റ്റർ ആണോ പോയത്, SMD റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറിയോ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ SMD മൗണ്ടിങ് PCB ഡിസൈൻ ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എടുത്തത്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എടുക്കുന്നതിന് മുന്നേ എന്തായാലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാലും മതി. ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോഴും ലൈവായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഹലോ സാറേ. സാറ് നേരത്തെ മറ്റേ റെസിസ്റ്ററിന്റെ ഒരു മടക്കുന്ന പോർഷന്റെ ഒരു ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ ഡയോഡിന്റെ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു ഡയോഡ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ലാബിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡയോഡ് അല്ല അല്ലേ? അതെ അതെ. ഇത് ഇച്ചിരി ഒരു ഡയൊക്കെ കൂടിയിട്ട് ആംബിയർ കൂടിയ 6 ആംബിയർ ഡയോഡാണ്. 6 ആംബിയർ. അപ്പോൾ 6 ആംബിയർ ഡയോഡിനെ നമ്മളിപ്പോൾ ഒരു PCB ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കമ്പോണന്റ് മൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് ബെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? മാക്സിമം നമ്മൾ ചേർത്ത് ഇതിൻ്റെ എഡ്ജിൽ, അതായത് കമ്പോണന്റിന്റെ എഡ്ജിൽ വെച്ച് നമ്മൾ ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതിനകത്ത് ഇന്റേണൽ പോർഷനിൽ വെച്ച്, ആ ഡോപ്പിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച്, അവിടെയാണ് ഈ ആനോഡും കാഥോഡും ഈ കാണുന്ന ടിൻ കോട്ട് ചെയ്ത ഒരു കോപ്പർ വയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേർത്ത് നമ്മൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിന് ഒരു ടെക്നിക്കൽ ഒരു സ്പെക്ക് പറയുന്നത്, ഇതിന്റെ ലെന്ത് ഇതിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് 2 mm ഉണ്ട്.
അപ്പൊ ഡയമീറ്റർ, ഇത് കട്ടിയുള്ള ലീഡാണ്. നമ്മൾ ലാബിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന 1N4007 1N400 അതെല്ലാം 1 ആംപിയർ ഡയോഡുകളാണ്. ഇത് 6 ആംപിയർ ഡയോഡാണ്. അപ്പോൾ തിക്നെസ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡയോഡ് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ചേർത്ത് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിപ്പോൾ ഒരു 2 mm ആണ് ഉള്ളതെങ്കിൽ മിനിമം നമ്മൾ അതിൻ്റെ ഒരു 2D ഡയ എത്രയാണോ അതിൻ്റെ ഡബിൾ 2 mm ആണെങ്കിൽ 4 mm ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ് മെഷർ ചെയ്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യണം. 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യണം. ഇതുപോലെ ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബെൻഡ് ചെയ്താൽ ഇത് കറക്റ്റ് മൗണ്ട് ചെയ്യുന്ന ഭാഗത്തിന് വേണം നമ്മൾ PCB ഡിസൈൻ ചെയ്യാൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ സാർ. അതുപോലെ എല്ലാ കമ്പൗണ്ട്സും അങ്ങനെ തന്നെയാണ്, കപ്പാസിറ്റർ ആയിരുന്നാലും. ഓക്കെ സാർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തേലും? അടുത്തൊരു 15 മിനിറ്റ് കൂടെ അടുത്ത പോർഷൻസ് ഒന്ന് നോക്കാം. സർ, ലീഡിന്റെ ഡയമീറ്ററിന്റെ 2 times ആണല്ലേ? അതെ. ലീഡിന്റെ ഡയമീറ്ററിന്റെ 2 times. ലീഡിന്റെ ലെന്തിന്റെ അല്ല, ഡയയുടെ. അതുപോലെ ലീഡിന്റെ ലെന്ത് ചിലപ്പോൾ ഒരു 3 സെന്റിമീറ്റർ കാണും. മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പല PCBകളിലും കണ്ടിട്ടുണ്ട്. ഇത് കോപ്പറാണ്, ഇതിന്റെ മേളിലൊരു കോട്ടിംഗ് ഉണ്ട്. കുറച്ചാൾ കഴിയുമ്പോൾ ഈ കോട്ടിംഗ് ഒക്കെ പോവും. പിന്നെ അതിനകത്ത് കൊറോഷനൊക്കെ വന്നിട്ട് അത് എന്താ പറയുക, ഡൈസോൾഡർ അല്ല, ലീഡ് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് പല എക്യുപ്മെന്റ്സിൽ. അപ്പൊ അത് നമ്മൾ ഇനിയൊക്കെ PCB ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലെന്ത് കൂട്ടാതെ PCB കോമ്പാക്റ്റ് ആവും, സർക്യൂട്ട് ബോർഡ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ചോദിച്ചാൽ മതി. ദെൻ നമുക്ക് സോൾഡറിങ് ടൂൾസിനെ കുറിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനിപ്പോ ഈ കാണിക്കുന്നത് പറയുന്നതാ സോൾഡ്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സോൾഡറിങ് അയണാണ്. സോൾഡ്രോൺ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, കുട്ടികളോട്ട് ഇങ്ങനെയുള്ള നമ്മുടെ എക്യുപ്മെന്റ്സുകളൊക്കെ കഴിവതും ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, 2015 റിവിഷനിൽ നമ്മൾ സോൾഡറിങ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് 4th സെമ്മിലാണ്. പക്ഷെ ഇപ്പോൾ 2021 റിവിഷനിൽ ഇത് ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുവന്നു. 2nd സെമ്മിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് സോൾഡറിങ് ആണ് ആദ്യം പഠിപ്പിക്കുന്ന കുട്ടികളെ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇന്നത്തെ സമയത്ത് ഇതിലുണ്ട്. ഒരു കുട്ടി ഒരു ടെക്നീഷ്യൻ, നല്ലൊരു ടെക്നീഷ്യനായിട്ട് നല്ല രീതിയിൽ ഒരു സോൾഡറിങ് ഡൈസോൾഡർ കണ്ടുപിടിക്കുന്ന ഒരു സൂപ്പർവൈസറായിട്ട് നമ്മുടെ കുട്ടി ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ സോൾഡറിങ് പഠിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് 2021 റിവിഷനിൽ ഇത് ഫസ്റ്റ് ഇയർ തന്നെ അല്ലെങ്കിൽ 2nd സെമ്മിൽ തന്നെ ഈ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഞാനൊക്കെ ചെയ്യിക്കുന്നത്, നമ്മളൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള CRO പോലും നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നു, എന്നിട്ടും നമ്മളൊരു സോൾഡറിങ് ആണ് ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സോൾഡറിങ് എന്ന് പറയുന്ന ടൂള് അവർ കുട്ടികളുടെ കൈവശം തന്നെ ഉണ്ടാവണം. നമുക്കറിയാലോ, ഇപ്പൊ കുട്ടികളുടെയൊക്കെ അവസ്ഥകളൊക്കെ മാറിപ്പോയി. അവരെ കൈവശം ഒരു ടെസ്റ്റ് ഇല്ല, നമ്മളാരും മേടിക്കാൻ പറയാറില്ല. അവരെ കൈവശം ഒരു ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ഇല്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ഒരു 5 ടെസ്റ്റെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടാവും, ഇടയ്ക്ക് ഒന്ന് നോക്കാനും എല്ലാം. പറയുമ്പോൾ എല്ലാം നമുക്ക് യൂട്യൂബിലുണ്ടെന്ന് പറയുമെങ്കിലും നമുക്കൊരു ഫിസിക്കലി നമുക്ക് ഈ പറഞ്ഞ സോൾഡറിങ് എന്ന് പറയുന്ന ടൂള് മസ്റ്റായിട്ട് ഉണ്ടാവണം. അത് തന്നെ കുട്ടികളോട്ട് വാങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരുവിധം ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോൾഡ്രോൺ. പിന്നെ ഗൂട്ട് എന്നുള്ളൊരു കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സോൾഡറിങ് അത് ഒറിജിനൽ തന്നെ അവരെടുത്ത് അപ്പൊ സോൾഡ്രോണിന്റെ തന്നെ അയണ് മേടിക്കാൻ പറയണം, അല്ലെങ്കിൽ ഗൂട്ടിന്റെ അയണ് മേടിക്കാൻ പറയണം. അല്ലാതെ ശരിക്കും ഒരു നല്ല പ്രൈസ് വരും. ഏകദേശം ഒരു 350-375 ഇപ്പോ അതിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കുട്ടികളെടുത്ത് ബ്രാൻഡഡ് സോൾഡറിങ് ആണ് മേടിക്കാൻ പറയണം. ബ്രാൻഡഡ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വേണ്ട, കുട്ടികളെടുത്ത് ബ്രാൻഡഡ്. അതായത് ഇതൊരു ഷോപ്പിൽ മേടിക്കാൻ പോകുമ്പോൾ സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരുന്നാലും അവർക്ക് പ്രോഫിറ്റ് ഉള്ള സാധനമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അതിന് പകരം നമ്മൾ ബ്രാൻഡഡ് സാധനം, ഇത് ബ്രാൻഡഡ് ആണോ,
അല്ലെങ്കിൽ സോൾഡറോൺ ആണോ, അല്ലെങ്കിൽ ഗൂട്ടിന്റെ ഒറിജിനൽ ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ അത് കുട്ടികളടുത്ത് പറയണം. ഞങ്ങളിവിടെ കുട്ടികളടുത്ത് പറയാറുണ്ട്, അവരെങ്ങനെ മേടിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കൊത്തിരി അഡ്വാൻറ്റേജും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെ വിട്ട് മേടിപ്പിക്കേണ്ട സാധനങ്ങളിനകത്ത് ഒന്ന് ഈ സോൾഡറിങ് അയൺ. ദെൻ രണ്ടാമത് വലിയ കോസ്റ്റൊന്നും വരത്തില്ല, കമ്പൗണ്ട്സ് ഒക്കെ ഇതുപോലെ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്യൂസർ, ഇതുപോലെ ഒരു ട്യൂസർ മേടിപ്പിക്കുക. ഒരു 35 റുപ്പീസോ 40 റുപ്പീസൊക്കെ വരത്തുള്ളൂ ഒരു ട്യൂസർ മേടിക്കാൻ പറയുക അവരടുത്ത്. പിന്നെ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു നൈഫ്. നമുക്കറിയാം, ഒരു 5 രൂപ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു നൈഫ് കിട്ടും. അവരടുത്ത് ഒരു നൈഫ് മേടിക്കാൻ പറയുക. പിന്നെ ഒരു ബണ്ടിൽ ഒരു 50 ഗ്രാമിൻ്റെയോ എന്തെങ്കിലും ഏതെങ്കിലും നല്ല മേക്ക് നോക്കിയിട്ട് ഒരു റോള് സോൾഡർ വയർ മേടിക്കാൻ പറയാം. അത് ഇതുപോലെയുള്ള വയർ തന്നെ, ഇതുപോലെ ഇരിക്കുന്ന വയർ തന്നെ മേടിക്കാൻ പറയണം. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഇങ്ങനെ റോളായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് എടുക്കാം, ടോപ്പിൽ നിന്ന് സോൾഡർ ചെയ്തിട്ട് വീണ്ടും അങ്ങ് മടക്കി വെക്കാം. അല്ലാതെ ഇവർക്ക് സാധാരണ 1 മീറ്ററൊക്കെ റൗണ്ടായിട്ടൊക്കെ ഇരിക്കുന്ന എടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് ഓയിൽ കണ്ടന്റ് ഒക്കെ വരും. പിന്നെ സോൾഡർ ചെയ്യുമ്പോൾ ഡ്രൈ സോൾഡർ ചെയ്യും. ഇവർക്ക് ഭാവിയിൽ പിന്നെ ഇവർ 4th സെമ്മിലും 6th സെമ്മിലൊക്കെ അവരെ ഫൈനൽ പ്രോജക്റ്റും മൈനർ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സോൾഡർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഇതുപോലെ ഒരു റോളായിട്ടിരിക്കുന്ന സോൾഡർ ഇച്ചിരി കോസ്റ്റ് വരും. എന്നാൽ അവരെ വിട്ട് മേടിക്കാൻ പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് സോൾഡർ ചെയ്യാനും ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഈ ഒരു വർക്ക്, നമുക്കറിയാമല്ലോ സോൾഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ്. ശരിക്കും കുട്ടികൾ, ഒരു ഇലക്ട്രോണിക് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട ഒരു കലയാണ് ശരിക്കും പറഞ്ഞാൽ സോൾഡറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിൽ എക്സ്പെർട്ടായ ദുഷ്യൽ സാറ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം അതിൻ്റെ ആ സാറ് തരുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ് എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കുട്ടികളടുത്ത് പറഞ്ഞിട്ട് അത് മേടിക്കും. ഒരു സോൾഡറിങ്ങാണ്, ഇതുപോലെ ഒരു ട്യൂസർ, ദെൻ സോൾഡർ, പിന്നെ ഒരു ഫ്ലക്സ് മേടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഫ്ലക്സ് മേടിക്കുന്നത് ഇപ്പോൾ ഇത് ഉള്ള ഒരു അത്യാവശ്യം സോൾഡർ പേസ്റ്റ് ആണ്. അതായത് വൈറ്റ് സോൾഡറിങ് പേസ്റ്റ് ആണ്, വൈറ്റ് പേസ്റ്റ്, വൈറ്റ് ഫ്ലക്സ് എന്ന് പറയും. വൈറ്റ് ഫ്ലക്സ് ഇതുപോലത്തെ ഒരു ഫ്ലക്സ് മേടിക്കാൻ പറയണം. മാർക്കറ്റിൽ വേറെയും കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാനുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇച്ചിരി ചെറിയൊരു യെല്ലോ കളറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഈ വൈറ്റ് കളർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോൾഡറിങ് പോയിന്റ്സിന് ചുറ്റും ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലൊരു സാധനം മേടിക്കാൻ പറയുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കുട്ടികൾ മേടിക്കാൻ പറ്റണം. ഇനി വേറെ നമ്മുടെ SMDയിലൊക്കെ യൂസ് ചെയ്യുന്ന സാറ് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഇത് SMD സോൾഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേസ്റ്റാണ്. അത് വ്യത്യാസം, ലിക്വിഡ് പേസ്റ്റാണ്, ഒരു സാധാ പേസ്റ്റ് അല്ല ഇത് SMD സോൾഡറിങ്ങിനാണ്. ഇത് SMDയിൽ യൂസ് ചെയ്യുന്ന SMDയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്ലക്സാണ്, വേറെ ടൈപ്പ് ഫ്ലക്സാണ്. ഇതിനെക്കുറിച്ചൊക്കെ RMA 100 UV എന്നൊക്കെ പറയുന്ന സാധനമാണ്. പിന്നെ നമുക്ക് മൈക്രോ പ്രോസസർ, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ നീഡിൽ ടൈപ്പ് കിട്ടും. SMD സാധാ സ്റ്റുഡൻസിന് മേടിക്കാൻ പറയുന്നതല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സിറിഞ്ച് ടൈപ്പ് സാധനമുണ്ട്. അതിനകത്ത് സോൾഡറും അതിനകത്ത് തന്നെ കാണും, ഫ്ലക്സും അതിനകത്ത് തന്നെ കാണും. ലിക്വിഡാണ് സോൾഡറും ലിക്വിഡാണ്, ദെൻ ഫ്ലക്സും ലിക്വിഡാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും വിധം കോളേജിൽ മേടിച്ച് വയ്ക്കുന്നത് സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കാനും അവർക്ക് ഈ മേഖലയിലോട്ടൊരു ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടാവാൻ നന്നായിരിക്കും. നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണ് ഇതൊക്കെ പറയുന്നത്. ഇത് സോൾഡറിങ് പേസ്റ്റാണ്, ഇതും അതുപോലെ തന്നെയാണ്. ദെൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോൾഡറിങ്, ദെൻ ഒരു ട്യൂസർ, ദെൻ ലേശം സോൾഡർ, ദെൻ സോൾഡറിങ് പേസ്റ്റ്, ഒരു കുഞ്ഞു നൈഫ്. ഇത്രയും മസ്റ്റായിട്ട് നമ്മുടെ ടിങ്കറിങ് വർക്ക്ഷോപ്പിൽ ആദ്യം വരുന്ന സോൾഡറിങ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും കുട്ടികളടുത്ത് മേടിക്കാൻ പറയുക. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡർ ജോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഇത് 25 വാട്ട്സ് ആണ്. ഇത് 25 വാട്ട്സിൻ്റെ അതിനാണ്. ഇത് മതിയാവും, നമ്മുടെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യാൻ 25 വാട്ട്സ് മതിയാവും. ഇത് നമുക്ക് കുറച്ചുകൂടെ ഹീറ്റ് കൂടുതൽ വേണ്ടുന്ന സന്ദർഭങ്ങൾ വരും. എക്സാമ്പിൾ ലാബിലൊക്കെ നമുക്ക് ചിലപ്പോൾ 1.5 വോൾട്ട് സെല്ലൊക്കെ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചില എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സിംഗിൾ സ്റ്റാൻഡ് വയറോ മൾട്ടി സ്റ്റാൻഡ് വയറൊക്കെ ഒട്ടിക്കാനൊക്കെ അത് ഈ ടൈപ്പ് സോൾഡറിങ് 25 വാട്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ
ശരിക്കൊരു സോൾഡറിങ് ജോയിൻസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ സെയിം തന്നെ നമുക്ക് 65 സ്റ്റുഡൻസിന് മേടിക്കാനല്ല, ലാബിൽ മേടിക്കാനെന്ന് പറയുന്നത് 65 കുറച്ചുകൂടെ വാട്ടേജ് കൂടിയ സാധനം യൂസ് ചെയ്യുക. കാരണം ഇത് നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ സർഫസിൽ വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹീറ്റ് ആ പോയിന്റ്സിൽ കിട്ടത്തില്ല. ആ കിട്ടുന്ന ഹീറ്റ്സ് മറ്റുള്ള പോർഷനിലോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൊടുക്കുന്ന വിത്തിൻ സെക്കൻഡ് നമ്മുടെ ആ ഒരു ആർട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് വാട്ടേജിൽ മാർക്കറ്റിൽ സോൾഡറിങ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഇത് ബെല്ലർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് സോൾഡറിങ് സ്റ്റേഷനാണ്. സോൾഡറിങ് സ്റ്റേഷനാണ്. ഇതിനകത്ത് ഇത് സോൾഡറിങ് സ്റ്റേഷനകത്ത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടിപ്പ്. അതിൻ്റെ ടിപ്പ് നമുക്ക് പല ഷേപ്പിലുള്ള ടിപ്പുകളുണ്ട്. ഷാർപ്പായിട്ടുള്ളതാണ്. നമുക്കിതിനെ ഇവിടെ വെച്ചിട്ട് മാറ്റി ഇടാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഉള്ള സോൾഡറിങ് വർക്കിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലാബിലൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു സോൾഡറിങ് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയും. ദെൻ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡീസോൾഡറിങ് പമ്പ്. പിന്നെ ഡീസോൾഡറിങ് പമ്പ് എന്നാണ് പറയുന്നത്, അറിയാമല്ലോ. നമുക്കൊരു സോൾഡർ ചെയ്തിട്ട് ആ സോൾഡർ പോർഷനിലുള്ള സോൾഡറിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡീസോൾഡറിങ് പമ്പ്. പിന്നെ വേറൊരു മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഡീസോൾഡറിങ് വിക്ക് എന്ന് പറയും. വിക്ക്. ഇപ്പൊ നമുക്ക് ഡീസോൾഡറിങ് പമ്പ് വെച്ച് ഒരു ഏതെങ്കിലും ഇതാണ് ഡീസോൾഡറിങ് വിക്ക്. ഒരു ഷീൽഡ് വയറാണിത്. ഇത് മാർക്കറ്റിൽ കിട്ടും, ഷീൽഡ് വയർ. അപ്പൊ ഈ ഷീൽഡ് വയറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഐ സി ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഷീൽഡ് വയർ വെച്ച് സോൾഡറിങ് ടച്ച് ചെയ്ത് ആ സോൾഡർ ഇങ്ങോട്ട് അബ്സർവ് ചെയ്യും. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ചെയ്യും. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഐ സി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നാളെ ചോദിച്ചാലും മതി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലോസ് ചെയ്യാവോ? Dear participants, if you need any clarification, you can ask now. Thank you, Sanalkumar sir, for your informative class. Thank you all. See you tomorrow. Have a great time.